നമസ്കാരം. താഴ്വാരം. രചന ബിജു കെ വി. ഈ സമയം അതിവിശാലമായ ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കാറ്റാടി മരങ്ങളാലും തെങ്ങുകളാലും ചുറ്റപ്പെട്ടു കിടക്കുന്നതിനിടയിലൂടെ ഒരു റോഡ്. ആ റോഡിലൂടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അങ്ങിങ്ങായി നടന്നു വരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും പലതരത്തിലുള്ള കോഫി ഷോപ്പുകളും മെഡിക്കൽ സ്റ്റോറുകളും കാണാം. പാർക്ക് പോലെ തോന്നിക്കുന്ന ഒരിടത്ത് ഒരു ബെഞ്ചിലിരിക്കുന്ന സിബിനും മാളവികയും. മെഡിക്കൽ സ്റ്റുഡൻ്റാണ് രണ്ടുപേരും. അവർ പരസ്പരം സംസാരിക്കുന്നില്ല. രണ്ടുപേരുടെയും മുഖം ശോകമാണ്. മാളു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? മൗനം വെടിഞ്ഞ് സിബിൻ സംസാരത്തിന് തുടക്കമിട്ടു. മാളു തലയുയർത്തി സിബിനെ നോക്കി. ആ നോട്ടം സിബിനെ വല്ലാതെ വിഷമത്തിലാക്കി. ഞാൻ പറഞ്ഞതല്ലേ ആ ലാലുവുമായുള്ള ഒരു ബന്ധവും വേണ്ട എന്ന്. അവൻ എന്നോടുള്ള പെരുമാറ്റം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഗീതു ദേഷ്യം കലർന്ന ശാസനയിൽ അവനോട് പറഞ്ഞു. നീ പറഞ്ഞതിൽ പിന്നെ അവനെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ എവിടെ പോയാലും അവൻ മണത്തറിയും. പിന്നെ അപ്പം മരിച്ചതിന് ശേഷം ലാലുവിൻ്റെ അച്ഛനും ശ്യാമങ്കളും കൂടിയാണ് ഞങ്ങളെ സഹായിച്ചത്. സിബിൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അലർച്ചയും ബഹളവുമായി ഒരു കൂട്ടം സ്റ്റുഡൻറ്റ് ഓടി വരുന്നു. ലാലുവാണ് മുന്നിൽ നിന്ന് ഓടുന്നത്. ലാലുവിനെ പിടിക്കാനാണ് മറ്റുള്ളവർ ഓടുന്നത്. ദാ വരുന്നു ആത്മാർത്ഥ സുഹൃത്ത്. ഇന്നേത് പെണ്ണിനെയാണോ പിടിച്ചത്? മാളു ദേഷ്യത്തിൽ പറഞ്ഞു. സിബിൻ വെപ്രാളപ്പെട്ടു. ഇതിനിടയിൽ സിബിൻ കാണാതെ മാളു സിബിൻ്റെ മൊബൈലെടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചു. ലാലു ഓടി വന്ന് സിബിൻ ഉറച്ചു മുന്നിലായി വീണു. സിബിൻ ലാലുവിനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാളു അത് തടുത്തു. പിറകെ വന്നവർ അപ്പോഴേക്കും ലാലുവിനെ എടുത്തിട്ട് പെരുമാറി. കൂട്ടുകാരനെ അടിക്കുന്നത് കണ്ടു നിൽക്കാൻ സിബിന് ആകുമായിരുന്നില്ല. സിബിൻ മറ്റുള്ളവരെ പ്രതിരോധിച്ചു. പൊരിഞ്ഞ അടി. കണ്ടുനിന്നവർ എല്ലാവരെയും പിടിച്ചുമാറ്റി. രംഗം ശാന്തമാക്കി. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ലാലുവിനെ നോക്കി സിബിൻ ചോദിച്ചു, ഇന്ന് എന്താടാ പ്രശ്നം? പ്രശ്നം അവനോട് ചോദിക്കണ്ട, ഞാൻ പറയാം. ഇവൻ കീർത്തനയുടെ കൂട്ടത്തിൽ നിന്ന ചെറുപ്പക്കാരൻ കാര്യം പറയാനാകാതെ വിക്കി. കാര്യം മനസ്സിലായ മാളു ലാലുവിനെ അടുത്തേക്ക് ഓടി വന്നിട്ട് മുഖത്തിട്ട് നല്ല അടി കൊടുത്തു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. എന്നിട്ട് പറഞ്ഞു, താ മാറി, നിനക്കിത് നേരത്തെ തരണമായിരുന്നു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനാകാത്ത മാറി. സിബിൻ മാളുവിനെ പിടിച്ചു മാറ്റി. അടികൊണ്ട് കുനിഞ്ഞ മുഖമുയർത്തി ചുവന്ന് കലങ്ങിയ കണ്ണോടെ മാളുവിനെ തന്നെ ബാലു നോക്കി. ലാലു മാളുവിനെ ആക്രമിക്കും എന്ന് മനസ്സിലാക്കിയ സിബിൻ ലാലുവിനെ തടുത്തു. ലാലു രോക്ഷോകുലനായി പറഞ്ഞു, ഡീ, ഈ കോടിയന്മാർ എന്നെ തല്ലിയത് ഞാൻ ക്ഷമിച്ചു. നിന്നോട് ഈ ലാലു ക്ഷമിക്കില്ല. അപ്പോഴേക്കും ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും കുറച്ച് സീനിയർ ഡോക്ടേഴ്സും അവിടെ വന്നു. എന്താ എന്താ എല്ലാവരും പിരിഞ്ഞുപോ, സൂപ്രണ്ട് പറഞ്ഞു. സാറേ, ലാലുവിന് മതമിളകിയതാ, കൂട്ടത്തിലുള്ള ഒരു സ്റ്റുഡൻറ് പറഞ്ഞു. ഇത് കേട്ട് പ്രിൻസിപ്പാൾ ലാലുവിനെ രോക്ഷാകുലനായി നോക്കി. ലാലു, തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ, ഇനി തന്നെ ഇവിടെ വേണോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ, പ്രിൻസിപ്പൽ പറഞ്ഞു. ലാലു തല കുമ്പിട്ട് നിൽക്കുകയാണ്. കാഴ്ചക്കാർ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. സിബിൻ ലാലുവിൻ്റെ തോളിൽ പിടിച്ചു. ലാലു ആ കൈ തട്ടി മാറ്റി. ഗീതുവിനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പിൽ സിബിനും മാളുവും മാത്രമായി.